ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സത്യവിശ്വാസം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിക്ക് തൻ്റെ വിശ്വാസത്തിൽ ഒത്തുതീർപ്പ് നടത്താതെ, തൻ്റെ വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ, ഒന്നാം പ്രമാണം ലംഘിക്കാതെ, നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന നമ്മുടെ നാട്ടിൽ ഒരു രാഷ്ട്രീയക്കാരനായി, ഒരു പൊതുപ്രവർത്തകനായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? യഥാർത്ഥത്തിൽ എല്ലാ വിശ്വാസങ്ങളും പുൽകുന്ന, എല്ലാ മതങ്ങളുടെയും ആരാധനകൾ പുൽകുന്ന ഒരു ഡെഫിനിഷനാണോ യഥാർത്ഥത്തിൽ ഈ മതേതരത്വം എന്ന് പറയുന്നത്? ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പല സാഹചര്യങ്ങളും ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിലേക്ക് വരികയുണ്ടായി. പലപ്പോഴും ക്രിസ്ത്യൻ നാമധാരികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ അവർ ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ പോയി ആ ആരാധനകളിൽ പങ്കെടുക്കുന്നു. അതേസമയം തന്നെ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിൽ പോയി ആ ആരാധനകളിലും പങ്കെടുക്കുന്നു. ഈ വൈരുദ്ധ്യം എങ്ങനെ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ സത്യവിശ്വാസത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി സ്വീകരിക്കേണ്ട നിലപാടുകൾ പരിശുദ്ധ ബൈബിളിൻ്റെ, സഭയുടെ പ്രബോധനങ്ങളുടെ, പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് ഇന്ന് സത്യവിശ്വാസം എന്ന ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പം ഉള്ളത് അരുൺ. നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്രോതസ് അല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു കോർ പോയിന്റ് എന്ന് പറയുന്നത് പുറപ്പാട് 20:3 നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. എനിക്ക് തോന്നുന്നു ആ ഒരു കർത്താവിൻ്റെ കൽപ്പന, അതിലൂടെ എന്താണ് കർത്താവ് ലക്ഷ്യം വെക്കുന്നത് എന്നത് നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് ചർച്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. അതിനുശേഷം നമ്മുടെ സാഹചര്യങ്ങളിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കർത്താവ് നൽകിയിരിക്കുന്ന ഈ ഒരു കൽപ്പന വെറും ഒരു മത നിയമമായി നമ്മൾ കാണാതെ, ഈ ഒരു കൽപ്പനയിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കേന്ദ്രഭാഗം തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിലൊട്ടും തന്നെ അതിശയോക്തിയില്ല. ഒരു 3 കാര്യങ്ങളാണ് ദൈവമായ കർത്താവ് ഇതിലൂടെ ആവശ്യപ്പെടുന്നത്. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെ ഒന്നാമത്തെ സ്ഥാനം എന്ന് പറയുന്നത് അത് കർത്താവിന് തന്നെയായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായിട്ടുള്ള നമ്മുടെ വിശ്വാസവും ആശ്രയത്വവും നമ്മുടെ കർത്താവിൽ തന്നെയായിരിക്കണം. നമ്മുടെ ആത്മീയ ആരാധന എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ തന്നെയായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ 3 പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഇടയായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് കടക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലേ, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ നമുക്ക് പലപ്പോഴും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേദനിപ്പിക്കുന്ന ചില നിലപാടുകൾ, ചില കാഴ്ചകൾ ഈ ക്രിസ്ത്യൻ നാമധാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു, അല്ലേ ജോർജി? പലപ്പോഴും നമ്മുടെ വിശ്വാസം ഉരച്ചു നോക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴൊന്നും ആയിരിക്കില്ല അത്. ചിലപ്പോൾ ഞാനൊരു പൊതുമധ്യത്തിൽ, ഒരു പൊതുവേദിയിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നേരിടുന്ന സമയത്താണ് എൻ്റെ വിശ്വാസം ഉരച്ചു നോക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മാത്രമല്ല, പല സെലിബ്രിറ്റികളുടെയും, അതുപോലെ തന്നെ സമൂഹത്തിലെ പ്രശസ്തിയിൽ നിൽക്കുന്ന പലരും വീണു പോകുന്ന ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് ക്രൈസ്തവ നാമധാരികളായ, ക്രൈസ്തവ വിശ്വാസമുണ്ടെന്ന് അഭിമാനിക്കുന്നവർ. ചിലരൊക്കെ പറയുന്നത് കേട്ടു, ഞങ്ങൾ പരമ്പരാഗതമായിട്ട് ക്രൈസ്തവരാണ്, ആ അവകാശത്തോടു കൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നതൊക്കെ ചിലർ പറയുന്നത് കേട്ടു. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ, ക്രൈസ്തവ വിശ്വാസത്തിൽ ഒന്നാം പ്രമാണം തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു പ്രമാണത്തിനും പ്രസക്തിയില്ല. ഒന്നാം പ്രമാണം, അതാണല്ലോ ജോർജി ആദ്യമേ സൂചിപ്പിച്ചത്. ഇവിടെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ പിന്നെ മറ്റു പ്രമാണങ്ങളെല്ലാം പാലിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇതാണ് അടിസ്ഥാനം. ഈ അടിസ്ഥാനത്തിലാണ് ഇവിടെ വെള്ളം ചേർക്കപ്പെടുന്നത്. ഇവിടെ പല സ്ഥാനാർത്ഥികളുടെയും പേരുകളുടെ മുൻപിൽ, ചിലരുടെ പേരിന് മുമ്പിൽ ജോസഫ്, ചിലരുടെ പേരിന് മുമ്പിൽ ജോർജ്, ആന്റണി, ഇങ്ങനെ പല ഏറ്റവും പ്രശസ്തമായ ക്രൈസ്തവ നാമങ്ങൾ ഉള്ളവരെ നമ്മൾ കണ്ടു. പക്ഷെ അവരെല്ലാവരും നോക്കുമ്പോൾ കർത്താവിന്റെ മുമ്പിൽ അവര് താണു വീണ് ആരാധിക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അടുത്ത ഫോട്ടോ വേറെ വരുന്നു. അവർ അടുത്ത സ്ഥലത്ത് പോയപ്പോൾ അവിടെയും ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒന്നാണ്, ഇവന്റെ ഉള്ളിലുള്ളത് ക്രിസ്തു ആയിരുന്നോ എന്നുള്ളതാണ്. കാരണം ക്രിസ്തു ഉള്ളവനെ അത്തരം പ്രവൃത്തി അവനെ തടയും. അവന്റെ ഉള്ളിൽ ആ തടച്ചിൽ വരും, അവന്റെ ഉള്ളിൽ ആ വേദന വരും. കർത്താവിനെ വേദനിപ്പിക്കാൻ അവന്റെ മനസ്സ് സമ്മതിക്കില്ല. ഓക്കെ, അപ്പോൾ ഇപ്പം അരുൺ പറഞ്ഞൊരു പോയിന്റ്, പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ മതസ്ഥര്, വിവിധ ജാതിയിൽപ്പെട്ടവര് തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം തന്നെയാണ്. അപ്പോൾ
അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവായി ഒരു പൊതുപ്രവർത്തകനായിട്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാ മതസ്ഥരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നുണ്ട്. ഇവിടെ പലപ്പോഴും ഈ മതേതരത്വത്തിന്റെ ഒരു ഡെഫിനിഷൻ ഈ ഒരു കാലഘട്ടത്തിൽ മാറിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയം എൻ്റെ ഉള്ളിലുണ്ട്. അതായത് പലപ്പോഴും ഈ മതേതരത്വത്തെ നമ്മൾ ഈ പറയുന്ന ഈ ക്രിസ്ത്യൻ നാമധാരികളായിക്കോട്ടെ മറ്റ് പലരും ആയിക്കോട്ടെ അവർ കാണുന്നത് മതേതരത്വം എന്ന് പറയുന്നത് എല്ലാ മതവിശ്വാസത്തിൽ പെട്ടവരുടെയും വിശ്വാസത്തെ പുൽകുക അല്ലെങ്കിൽ അവരുടെ ആരാധനകളിൽ പങ്കുചേരുക എന്നതാണ് മതേതരത്വത്തിന്റെ ഒരു ഡെഫിനിഷനായിട്ട് പലപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരി സ്വന്തം വിശ്വാസത്തിൽ ഉറച്ച് നിന്നുകൊണ്ട്, സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മറ്റ് മതത്തിൽപ്പെട്ടവരെ മതത്തെക്കാൾ ഉപരി സ്വന്തം സഹോദരങ്ങളെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ് യഥാർത്ഥ മതേതരത്വം എന്ന ഒരു ഡെഫിനിഷൻ. അത് പലപ്പോഴും ഇന്നത്തെ പല രാഷ്ട്രീയക്കാരും മറന്നു പോകുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു ആവശ്യം. ജോർജ്, ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരോട് നമ്മൾ നേരിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളുടെ വിശ്വാസം ക്രിസ്തുവിൽ തന്നെയാണ്, പക്ഷെ ഞങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ ഞങ്ങൾ അതിനെ നിർബന്ധിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അവൻ ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? അവന്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം, അവന് എങ്ങനെയെങ്കിലും പ്രശസ്തനാവണം, ഇതുപോലെയുള്ള അവന്റെ പേഴ്സണൽ കാര്യങ്ങൾ. ദൈവത്തിന്റെ പ്രീതിയാണോ മനുഷ്യന്റെ പ്രീതിയാണോ നീ അന്വേഷിക്കുന്നത്? ഇതാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണ് ഇവരെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇവർക്ക് വേറെ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടല്ല. പക്ഷെ ഇവിടെ കർത്താവിന്റെ വചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഡ്യൂപ്ലിസിറ്റി, കപട ഹൃദയങ്ങളെ കർത്താവ് ഏറ്റവും വെറുക്കുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ കാപട്യം കാണിക്കുകയാണ്. അവരുടെ വിശ്വാസത്തിലുള്ള ദൈവസങ്കല്പത്തെ ഇവർ ആരാധിക്കുന്നു എന്ന് അഭിനയിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ഈ അഭിനയം തന്നെയാണ് കർത്താവ് വെറുക്കുന്നത്. കാരണം ഇത് ഇടർച്ചയാണ് ഉണ്ടാക്കുന്നത്. ഇത് അനേകരിലേക്ക് ഇടർച്ചയാണ്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിലുള്ള പല സെലിബ്രിറ്റികൾ, അവരൊക്കെ എത്രയോ പേര് ഫോളോ ചെയ്യുന്നതാണ്, എത്രയോ ആരാധകരുള്ളതാണ് അവർക്കെല്ലാവർക്കും. എന്നിട്ടാണ് അവരിത് ചെയ്ത് ഇത് പ്രത്യേകിച്ച് യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു. നമുക്കറിയാം ദാനിയേലിന്റെ പുസ്തകത്തിലെ ഷദ്രാക്ക്, മഷാക്ക്, അബദ്നെഗോ അവരെടുത്തൊരു നിലപാടുണ്ട്. അവർ കൃത്യമായിട്ട് പറഞ്ഞത് തന്നെ അവർ ചെയ്തു. അവരെ ദൈവം ഉയർത്തി. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന പോലെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കർത്താവിന്റെ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൽപ്പനകളോട് വിശ്വസ്തത കാണിച്ചു തീരും. ഇതിനകത്ത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു ഡെഫിനിഷനിലേക്ക് വീണ്ടും വരാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചില അപ്രോച്ചുകൾ അല്ലെങ്കിൽ ചില നിലപാടുകൾ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്ന്, രാഷ്ട്രീയക്കാർ മാത്രം, നമ്മൾ അവരെ മാത്രം കുറ്റം പറയേണ്ട ആവശ്യമില്ല, സമൂഹത്തിന് പല മേഖലകളിൽ, ഇപ്പോൾ ബിസിനസ് മേഖലയിലായിക്കോട്ടെ, ബിസിനസ്സിൽ ഒരു പുരോഗതി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നാം പ്രമാണം ലംഘിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. സിനിമാ മേഖലയിൽ ഇപ്പോൾ ആരും സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാം പ്രമാണത്തിന്റെ ആ ഉദ്ദേശ ലക്ഷ്യങ്ങളുടെ ലംഘനം തന്നെയാണ്. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണം. ഇവിടെ ഒന്നാം സ്ഥാനം അവർ കൊടുക്കുന്നത് അധികാരത്തിന് വേണ്ടിയിട്ടാണ്, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് അവർ തങ്ങളുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്നു, ഒന്നാം പ്രമാണം ലംഘിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആശ്രയത്വവും യഥാർത്ഥത്തിലുള്ള ആത്യന്തികമായിട്ടുള്ള വിശ്വാസവും കർത്താവായ ക്രിസ്തുവിലായിരിക്കണം. ഇവിടെ അവർ ആശ്രയിക്കുന്നത് മറ്റു പല കാര്യങ്ങളിലുമാണ്. തങ്ങളുടെ പദവിക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റു പലതിലും, കർത്താവിനേക്കാൾ ഉപരി മറ്റു പലതിലും അവർ ആശ്രയിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇനി കാപ്പട്യത്തോടെ ആണെങ്കിലും അല്ലെങ്കിൽ പോലും അവർ അവരുടെ ആത്യന്തികമായിട്ടുള്ള ആരാധന അവരുടെ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ച് മറ്റ് പല ഇടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു അപചയം തന്നെയാണ്, ഒരു പ്രശ്നം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ. കാരണം ഇവിടെ നമ്മൾ നോക്കേണ്ടത് പലപ്പോഴും ജനത്തിന്റെ കൈയടിക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു അവസ്ഥ, ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്ക് വേണ്ടിയിട്ട് വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇതിൽ തന്നെ എനിക്ക് പരിശുദ്ധ ബൈബിളിൽ രാഷ്ട്രീയക്കാരായി പ്രവർത്തിച്ച അല്ലെങ്കിൽ അധികാര ശ്രേണിയിൽ പ്രവർത്തിച്ച് കൊണ്ട് തന്നെ സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന നിരവധി പേരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച ദാനിയേലിന്റെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ദാനിയേൽ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു രാജാവിന്റെ ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ്. നമുക്ക് ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് രാഷ്ട്രത്തിന്റെ ഉന്നത ശ്രേണിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയാം. നമുക്ക് നബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ബാബിലോണിലേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ യുവാക്കന്മാരിൽ ഒരാളാണ് ദാനിയേൽ എന്ന് പറയുന്നത്. അധികാരം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്, പദവികൾ ലഭിക്കുന്നുണ്ട്, മറ്റൊരു സംസ്കാരത്തിലേക്ക് പിടിച്ചു മാറ്റപ്പെടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, പേര് പോലും മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ, മറ്റൊരു ഭാഷയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു അവസ്ഥ. ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം ദാനിയേൽ പ്രവാചകനിലേക്ക് അധികാരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ അധികാരം ഒരിക്കലും അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഒരു കോട്ടം തട്ടുവാൻ അദ്ദേഹം ഒരു കാരണവശാലും അനുവദിച്ചില്ല എന്നതാണ്. നമ്മൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. പ്രവാചകൻ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു എന്നാണ് പറയുന്നത്. ഹൃദയത്തിൽ ഒരു തീരുമാനമെടുത്തു. പലപ്പോഴും ഇന്നത്തെ സെലിബ്രിറ്റികളായിക്കോട്ടെ, പലപ്പോഴും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായിക്കോട്ടെ, സാധാരണക്കാരായിട്ടുള്ളവരായിക്കോട്ടെ, പലപ്പോഴും അവർ ഹൃദയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല. എത്രത്തോളം അധികാരം വന്നു ചേർന്നാലും, എത്രത്തോളം പദവികൾ വന്നു ചേർന്നാലും വിശ്വാസത്തിൽ യാതൊരുവിധ കോംപ്രമൈസ് നടത്താൻ ദാനിയേൽ തയ്യാറായില്ല. നമുക്കറിയാം ദാനിയേലിന്റെ തുടർന്നുള്ള ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം. രാജാവിനെ ആരാധിക്കണമെന്ന് പറയുന്നു, രാജാവിനെ ആരാധിച്ചില്ല, പിന്നെ സിംഹക്കുഴിയിലേക്ക് എടുത്തെറിയപ്പെടുന്നു, അവിടെ നിന്നും കർത്താവ് രക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ദാനിയേലിനെ കുറിച്ച് മറ്റ്
വിശ്വാസത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ആ മറ്റ് സമൂഹത്തിൽപ്പെട്ടവരായിക്കോട്ടെ, അവർ ദാനിയേലിനെ കുറിച്ച് നന്മ മാത്രമേ ദാനിയേലിൽ ഉള്ളൂ എന്നൊരു കാര്യം കൂടി നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്നത്തെ സമൂഹത്തിലുള്ളവരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഇത്തരത്തിലൊരു വിശ്വാസത്തിലൊരു ഇന്റർമിക്സിങ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരുടെ കൈയടി ലഭിക്കുകയുള്ളൂ എന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതിൽ വലിയൊരു അപവാദമാണ് ദാനിയേൽ പ്രവാചകൻ എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവാചകൻ സ്വന്തം വിശ്വാസത്തിൽ ഉറച്ചു നിന്നു, അതേസമയം തന്നെ അവരുടെ കൈയടിയും ദാനിയേൽ പ്രവാചകന് കിട്ടി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. അങ്ങനെ നിരവധി പേരുടെ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് നമുക്കറിയാം, കർത്താവായ ക്രിസ്തു തന്നെയാണ്. ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ കർത്താവിനെ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. റോമാക്കാരുമായിട്ട്, പ്രീശന്മാരുമായിട്ട്, അല്ലെങ്കിൽ ചുങ്കക്കാരുമായിട്ട്, പാപികളുമായിട്ട്. ഈശോ ചുങ്കക്കാരുടെ സ്നേഹിതരായിരുന്നു, പക്ഷേ ചുങ്കം പിരിച്ചതായിട്ട് നാം കാണുന്നില്ല. ഈശോ പാപികളുടെ സ്നേഹിതരായിരുന്നു, പക്ഷേ പാപം ചെയ്തതായിട്ട് നാം കാണുന്നില്ല. ഈശോ ഇവരുമായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്തതിന് ശേഷം ഈശോ പറയുന്നില്ല ഇവരെല്ലാവരും ഓരോ വഴികളാണ് എന്ന് കർത്താവ് പറയുന്നില്ല. കർത്താവ് പറയുന്നു ഞാനാണ് വഴിയും സത്യവും ജീവനും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ വലിയൊരു അനവധി ഉദാഹരണങ്ങൾ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് എങ്ങനെ യഥാർത്ഥത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കുക, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ എന്നതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ പരിശുദ്ധ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ജോർജ്, ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിയമാവർത്തന പുസ്തകത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ നശിപ്പിക്കപ്പെട്ടു പോകുമെന്നാണ് കൃത്യമായിട്ട് വചനത്തിൽ പറയുന്നത്. ഇതേ കാര്യം തന്നെ യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ കൃത്യമായിട്ട് കർത്താവ് പറയുന്ന വാക്ക് തന്നെയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ പൂജിക്കാവൂ, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. അതിൽ യാതൊരു കോംപ്രമൈസ് നമ്മൾ തയ്യാറായത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കൂട്ടരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസത്തിൽപ്പെട്ടവരാണ്, പക്ഷേ മറ്റ് വിശ്വാസങ്ങളിൽപ്പെട്ടവർ അവർ ക്രൈസ്തവമായ പല കാര്യങ്ങളും ചെയ്യുന്നവരുണ്ട്. ചിലർ കിരീടം മാതാവിന് കൊണ്ടു കൊടുക്കുന്നവർ, വാഴക്കുല കൊണ്ടു കൊടുക്കുന്നവർ, അതുപോലെ തന്നെ പരിശുദ്ധ ബൈബിൾ എടുത്തിട്ട് വേദികളിൽ തിളങ്ങുന്നവർ, പല സെലിബ്രിറ്റികളെയും പല രാഷ്ട്രീയ നേതാക്കന്മാരെയും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അവരെ നോക്കുമ്പോൾ നമ്മൾ ഈ കൽപ്പന എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർ അക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ പ്രവൃത്തികളെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഈ വചനമാണ് ഓർക്കേണ്ടത്, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ഒരുവനും പറയാൻ കഴിയുകയില്ല. ഇവർ പരിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിക്കുമ്പോഴോ അതല്ലെങ്കിൽ മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴോ അവരുടെ ആദരത്തിൽ നിന്ന് ഈ വാക്ക് വരുന്നുണ്ടോ ഇല്ലേ എന്ന് ശ്രദ്ധിക്കാൻ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമുക്കറിയാൻ കഴിയും ഇവരുടെ വിശ്വാസത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അവർ ഏതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയാണോ, ഏതെങ്കിലും ഒരു വിജയം കിട്ടാൻ വേണ്ടിയാണോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണോ. പലപ്പോഴും പല ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്യുന്നവരെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ ഇതൊക്കെ AI കാലമാണ്. ഇപ്പോൾ നമ്മൾ AI ചോദിച്ചു നോക്കാം, യേശു ചെയ്ത നന്മ പ്രവർത്തികളെ കുറിച്ചൊരു പ്രബന്ധം ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ AI മണിയായിട്ട് ഇങ്ങനെ പറഞ്ഞു തരും. ചിലരുടെ പ്രസംഗങ്ങളൊക്കെ ആ രീതിയിൽ പോകുമ്പോഴേക്കും നമ്മൾ അവരെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. എന്ന് വെച്ചാൽ ചിലർക്ക് വായന കൂടുതലാണ്, അവരെല്ലാ പുസ്തകങ്ങളും വായിക്കും, അതിൻ്റെ കൂടെ പരിശുദ്ധ ബൈബിളും അവർ വായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവരെ യേശുവിനെ കണ്ടുമുട്ടിയോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ അവൻ്റെ വാക്കുകളിൽ ഇതുപോലെയുള്ള കഥകളോ ഇതുപോലുള്ള സംഭവങ്ങളിലോ അല്ലെങ്കിൽ യേശു ചെയ്ത ചില നന്മകളിലോ യേശു ചെയ്ത ചില കാരുണ്യ പ്രവർത്തികളിലോ അവൻ്റെ സംസാരം നിൽക്കില്ല. കാരണം അവൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന ആ അടുത്ത ഘട്ടത്തിലേക്ക് അവർ കടക്കും. അവൻ്റെ ജീവിതത്തിൽ ആഴമേറിയൊരു മാനസാന്തരം നമുക്ക് കാണാൻ കഴിയും. അവൻ വചനം കൂട്ടുകയും പ്രവൃത്തി വേറെ രീതിയിലോ ആണെങ്കിൽ ഉറപ്പാണ് അവൻ യേശുവിനെ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. പക്ഷെ അവൻ യേശുവിനെ കണ്ടുമുട്ടാനുള്ളൊരു വേണമെങ്കിൽ നമുക്ക് പറയാം അവനൊരു യാത്രയിലാണ്. ആ യാത്രയിൽ നമുക്ക് അവനെ സഹായിക്കാൻ കഴിയും. അവനുവേണ്ടി നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് ഒരു പൊതുജീവിതം അല്ലെങ്കിൽ ഒരു അധികാര രാഷ്ട്രീയം അതും വിശ്വാസവും അല്ലെങ്കിൽ ആത്മീയ ജീവിതവും അത് പരസ്പര വിരുദ്ധമല്ല. അതിനേക്കാൾ ഉപരി അവിടെ കർത്താവിനോടുള്ള വിശ്വസ്തതയാണ് അവിടെ പ്രാധാന്യം അർഹിക്കുന്നതെന്ന് പരിശുദ്ധ ബൈബിളിലെ നിരവധി ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ദൈവഹിതത്തിനനുസൃതമായി പ്രവർത്തിച്ച വ്യക്തിത്വങ്ങളാണ് നമുക്കറിയാം. എസ്തർ രാജ്ഞി വലിയൊരു അധികാര സ്ഥാനത്തായിരുന്നു എസ്തർ രാജ്ഞി ഇരുന്നത്. പക്ഷേ സ്വന്തം നിലനിൽപ്പ് തന്നെ അപകടത്തിൽപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതത്തിന് കീഴ്വഴങ്ങി പ്രവർത്തിച്ച വ്യക്തിത്വമാണ് എസ്തർ രാജ്ഞി. ഒപ്പം തന്നെ നമുക്കറിയാം നെഹമ്യ വലിയൊരു അധികാര സ്ഥാനത്തിരുന്ന ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. പക്ഷേ അധികാര സ്ഥാനത്തിരിക്കുമ്പോൾ ദൈവഹിതമാണ് അപ്പോഴും പ്രവാചകൻ തേടിയത്. ഇപ്പോൾ ഫറവോയുടെ കൊട്ടാരത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫറവോയുടെ തന്നെ അല്ലെങ്കിൽ മറ്റൊരു ഫറവോയായി മാറാനുള്ള എല്ലാ സാധ്യതയും മോശയുടെ മുമ്പിലുണ്ടായിരുന്നു. പക്ഷേ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടൊരു കോംപ്രമൈസിലേക്ക് പോകാൻ മോശ സ്വയം അനുവദിച്ചില്ല.
പക്ഷേ അതിലൂടെ വലിയൊരു ഇമ്പാക്റ്റ് ലോകത്തിൽ ചെലുത്തുവാൻ മോശയിലൂടെ ദൈവത്തിന് സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇവിടെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, അല്ലെങ്കിൽ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ ഒരു കാര്യം ഇതാണ്. നമ്മൾ സ്നേഹിക്കാം, ബഹുമാനിക്കാം. മറ്റ് മതവിശ്വാസത്തിൽപ്പെട്ടവരെ നമുക്ക് തീർച്ചയായിട്ടും സ്നേഹിക്കണം, അവരെ തീർച്ചയായിട്ടും ബഹുമാനിക്കണം. പക്ഷേ സ്നേഹം, ബഹുമാനം, ആരാധന മറ്റൊന്ന് എന്ന രീതിയിലേക്ക് വേണം നമ്മൾ അതിനെ കാണേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കണം, അവർക്ക് നന്മകൾ ചെയ്യണം മതത്തിന് അതീതമായി. പക്ഷേ ആരാധനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ദൈവ ആരാധനയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു കൃത്യമായിട്ടുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കുവാൻ ഇന്നത്തെ പൊതുസമൂഹത്തിൽ ലൈംലൈറ്റിൽ നിൽക്കുന്നവർ, അത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ബിസിനസ്സുകാരായിക്കോട്ടെ, അത് സെലിബ്രിറ്റികളായിക്കോട്ടെ, സിനിമ സ്റ്റാർസ് ആയിക്കോട്ടെ, സ്പോർട്സ് താരങ്ങളായിക്കോട്ടെ, അവർക്ക് കൃത്യമായിട്ട് സാധിക്കും. നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അതായത് ഈ പറയുന്നത് പോലെ എല്ലാ മതാചാരങ്ങളും അങ്ങ് പുലുകി കഴിയുമ്പോഴാണ് കൈയടി കിട്ടുന്നത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. പലപ്പോഴും ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നവർക്കാണ് ഒരു കൈയടി ലഭിക്കുന്നത്. എല്ലാവരുടെയും ഉള്ളിൽ ഒരു ചിരപ്രതിഷ്ഠ നേടുന്നത് ഉറച്ച നിലപാട്, അത് നന്മയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവർക്കാണ് പലപ്പോഴും ഒരു ആത്യന്തികമായ ഒരു ലോങ് ടേമിൽ ഒരു സക്സസ്ഫുൾ ആകാൻ സാധിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ, നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സെലിബ്രിറ്റികളായിക്കോട്ടെ, വലിയ വലിയ ബിസിനസ്സുകാരായിക്കോട്ടെ, അവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ലൈഫിലൂടെ മറ്റുള്ളവർക്കൊരു ഇടർച്ച ഞാൻ നൽകുന്നുണ്ടോ? ഞാൻ ആരെയാണ് പ്രസാദിപ്പിക്കുന്നത്? ജനക്കൂട്ടത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്, അതോ ദൈവത്തെയാണോ പ്രസാദിപ്പിക്കുന്നത്? ഏതെങ്കിലും ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, താൽക്കാലിക നേട്ടത്തിന് വേണ്ടി എൻ്റെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ തയ്യാറാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത്. എന്തിനേക്കാൾ ഉപരി കർത്താവിന്, ക്രിസ്തുവിന് മഹത്വം കൊടുക്കുക. അധികാരങ്ങൾ അത് നശ്വരമാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിലൊക്കെ നടക്കുന്ന പല വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അധികാരത്തിലേക്ക് വരും എന്ന് കരുതുന്നവർ, ഈസിയായിട്ട് വരും എന്ന് കരുതുന്നവർ അധികാരത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. പരസ്പരമുള്ള ചരട് വലികൾ അങ്ങനെയൊക്കെ നടക്കുന്നു. അപ്പോൾ ശാശ്വതമായി നിലനിൽക്കുന്നത് കർത്താവാണ്, കർത്താവിനോടുള്ള വിശ്വസ്തതയാണ്. അതാണ് ആത്യന്തികം എന്ന ലക്ഷ്യത്തോടു കൂടി മാത്രമേ സെലിബ്രിറ്റികളായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ അവർ പ്രവർത്തിക്കാവൂ എന്നതാണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ജോർജ് പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. അതായത് നിലപാടുകളുള്ളവരെയാണ്, അത് ഏത് മതവിശ്വാസം ആയിക്കോട്ടെ, മതത്തിന് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് നിലപാടുണ്ടോ ജനം ആദരിക്കും. ഇത് വേരിക്കനുസരിച്ച് ഒന്നിൻ്റെ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവർ സ്വയം നഗ്നരാക്കപ്പെടുകയാണ്, സ്വയം അവർ അവഹേളിതരാവാണ്. ഞാൻ ഏത് വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അത് പ്രഘോഷിക്കാനുള്ള ചങ്കൂറ്റവും ധൈര്യവും ഓരോരുത്തരും കാണിക്കണം. ഒപ്പം തന്നെ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളിങ്ങനെ പറയുമ്പോൾ പോലും ഒരു കാരണവശാലും മറ്റ് മതവിശ്വാസത്തെ അവഹേളിക്കുകയോ അപമാനിക്കുകയോ ഒരിക്കലും ചെയ്യരുത്. അത് അവരുടെ വിശ്വാസം, അതവർ പാലിച്ചു പോരുന്നു. അതിനെ അവഹേളിക്കുന്ന, അപമാനിക്കുന്ന, കളിയാക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം അത് ആരുടെ ഭാഗത്തു നിന്നായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, സെലിബ്രിറ്റികളായിട്ട് ഒരിക്കലും അങ്ങനെ ആവരുത്. സ്വന്തം വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുക, മറ്റുള്ള വിശ്വാസങ്ങളെ ബഹുമാനിക്കുക, ആദരിക്കുക, അവഹേളിക്കരുത്, അവരെ സ്നേഹിക്കുക. അതാണ് ഒരു യഥാർത്ഥ ഒരു ക്രിസ്ത്യാനിയുടെ ഒരു ഉറച്ച നിലപാട് എന്ന് പറയുന്നത്. അത് സ്വീകരിക്കുവാൻ നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, നമ്മുടെ സെലിബ്രിറ്റികൾക്ക്, സ്പോർട്സ് താരങ്ങൾക്ക് ഒക്കെ സാധിക്കട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാൻ ആശംസിക്കാം.